മന്ത്രി പി രാജീവ് നമുക്കൊപ്പമുണ്ട്. പി രാജീവ്, വലിയൊരു നഷ്ടമാണ് കേരള സമൂഹത്തിന് ഇന്നുണ്ടായിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾ എല്ലാ കാര്യത്തിലും ഉയർത്തിയിരുന്ന, സമൂഹത്തെ തിരുത്താൻ മുന്നോട്ട് നിന്നിരുന്ന ഒരു വ്യക്തി അദ്ദേഹം വിട പറയുകയാണ്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? അങ്ങേറ്റം ദുഃഖകരമായ വാർത്തയാണ് മാഷ് വിടവാങ്ങൽ. പക്ഷെ ഇപ്പൊ 98 കഴിഞ്ഞെങ്കിലും മാഷ് ഏത് പരിപാടിയിലും പങ്കെടുക്കാനും ഒരു കുറിപ്പ് പോലും ഇല്ലാതെ ഉദ്ധരണികളൊക്കെ ഉൾപ്പെടെ വെച്ച് പ്രസംഗിക്കാനും സാമൂഹികമായ വിമർശനങ്ങൾ ഉയർത്താനും എല്ലാം മാഷ്ക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ആശുപത്രിയിൽ പോയി ഞാൻ മാഷെ കണ്ടിരുന്നു. വളരെ ക്രിട്ടിക്കലായിരുന്നു. 4 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് പോകുന്നതിന് മുമ്പ് മാഷെ കണ്ടപ്പോൾ മാഷെ തിരിച്ചറിയുകയും സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷെ വീഴ്ചയുടെ ശേഷം സർജറി നടത്തി കുഴപ്പമില്ലാതിരുന്നതാണ്. അതിനുശേഷമാണ് പെട്ടെന്ന് ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ ഐസിയുക്കെല്ലാം മാറ്റിയത്. ഇപ്പൊ മാഷ് വിടവാങ്ങിയിരിക്കുന്നു. മാഷ് നല്ല അധ്യാപകൻ, ഞങ്ങളെല്ലാം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ മാഷിന്റെ വാത്സല്യം അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും മാഷൊരു ഗുരുനാഥനെ പോലെ ഞങ്ങൾക്കെല്ലാം വെളിച്ചം പകർന്നിരുന്ന വ്യക്തിത്വമാണ്. തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ ഏത് കോർണർ മീറ്റിംഗിൽ വരാൻ പോലും മാഷ് തയ്യാറായിരുന്നു. കൃഷ്ണയർ സ്വാമിയൊക്കെ ഉള്ള സമയം അദ്ദേഹവുമായിട്ടുള്ള ഒന്നിച്ചുള്ള വികസന കാര്യങ്ങളുള്ള സമരങ്ങൾ എല്ലാം നാടിനു വേണ്ടിയായിരുന്നു. മാഷ് വളരെ ലളിതമായി ജീവിച്ചു. ആരോടും വകയില്ലാതെ എല്ലാവരോടും സൗഹാർദ്ദപൂർവ്വം പെരുമാറി, സ്നേഹപൂർവ്വം പെരുമാറി. തന്റെ രാഷ്ട്രീയ മതപരിപേക്ഷ നിലപാടുകൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു വ്യക്തിത്വമാണ് മാഷ്. വിയോഗം വല്ലാത്ത ദുഃഖകരമാണ്. കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും വേദനയിൽ പങ്കുചേരും. മന്ത്രി, അദ്ദേഹം 98 വയസ്സിലാണ് അവസാനത്തെ പുസ്തകം എഴുതുന്നത്. തപസ്വിനി അമ്മ എന്ന പുസ്തകമായിരുന്നു അത്. അവസാന കാലം വരെ സാഹിത്യത്തെ ചേർത്ത് പിടിച്ചൊരു ജീവിതം, അതാണിപ്പോൾ അവസാനിക്കുന്നത്. അതെ, തപസ്വിനി അമ്മയുടെ പുസ്തകം എനിക്ക് കഴിഞ്ഞ ദിവസം തന്നിരുന്നു. അദ്ദേഹം തപസ്വിനി അമ്മയുടെ ആണ് ഈ SNB സദനം ഇവിടെ ആളെ താമസിപ്പിക്കാൻ ജാതിമത വ്യത്യാസം ഇല്ലാതെ എറണാകുളത്ത് വരുന്ന സ്ത്രീകൾക്ക് താമസിക്കാൻ ഒരിടം, ഇതാണ് തപസ്വിനിയമ്മയും മറ്റുള്ളവരും ചേർന്ന് ഒരു സംവിധാനം തുടങ്ങിയത്. SNB സദനത്തിന് തുടക്കതാണ്. ആ സ്ഥലത്തിന് പിന്നീട് പട്ടയം ഉണ്ടായിരുന്നില്ല. അത് വേണമെന്നുള്ളത് മാഷിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതോടുവിൽ ഞങ്ങൾ ഈ ഗവൺമെന്റ് സമയത്ത് അത് യാഥാർത്ഥ്യമായി. കഴിഞ്ഞ ദിവസമാണ് മാഷും സാന്നിധ്യത്തിൽ റവന്യൂ മന്ത്രിയും ഞാനും ചില ചടങ്ങിൽ വെച്ച് അത് കൈമാറിയത്. അന്നാണ് മാഷ് എഴുതിയ ഈ പുസ്തകം ഞങ്ങൾക്ക് നൽകിയിരുന്നു. മാഷനോട് പറഞ്ഞു വേണ്ടത്ര രേഖകൾ കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പുസ്തകമാണ്, ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയത്. അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഹൃദ്യമാണ്, ലളിതമായ ഭാഷയാണ്. ചങ്ങമ്പുഴയുടെയും നക്ഷത്രങ്ങളെ കുറിച്ച് സ്നേഹവാചനവും അതുപോലെ തന്നെ അഴീക്കോട് ഭാഷയെ കുറിച്ചുള്ളതും എല്ലാം, നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ളതായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം വളരെ ലളിതമായിരുന്നു. ജീവചരിത്ര രചനയിൽ അദ്ദേഹത്തിന് സവിശേഷമായിട്ടുള്ള ഒരു ഇടം മലയാളത്തിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. എഴുത്തിലും പ്രസംഗത്തിലും ചിന്തയിലും എല്ലാം കർമ്മനിരതനായിരുന്നു. വളരെ നന്ദി മന്ത്രി പി രാജീവ് അവസരത്തിൽ പ്രതികരിച്ചത്.